നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 202-ാമത്തെ എപ്പിസോഡാണ്. ഇതൊരു കൊച്ചു എപ്പിസോഡാണ്. ഇതിൽ ഞാൻ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. ഞാൻ ഇതുവരെ പറഞ്ഞ പോലെയല്ല, എനിക്ക് ഒത്തിരിയും കാലമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ നല്ല ചെയ്യുന്ന ആളുകളെ ദൈവം ഒരുപാട് പരീക്ഷിക്കുന്നതായിട്ടൊക്കെയുള്ള ഒരുപാട് പരാതികൾ എനിക്കും ഉണ്ട്, മറ്റുള്ള പലർക്കും ഉള്ളതായിട്ട് എനിക്കറിയാം. അപ്പം ഈ ജ്യോതിഷത്തിലൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ജന്മ പാപങ്ങളും കാര്യങ്ങളുമൊക്കെ ജ്യോതിഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഗ്രഹനില നോക്കിയാൽ മതി. അപ്പം എന്താണ് ഈ ജന്മം ഒരുപാട് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും പരീക്ഷണങ്ങൾ നേരിടുന്നതെന്നുള്ള നമുക്കൊരു ആലോചന വരും, ഒരു വിഷമമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലായത്. അത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. അതായത് ഹിന്ദു തത്വശാസ്ത്രം അനുസരിച്ച് നമ്മൾ ദൈവം ഒരിക്കലും തൻ്റെ സൃഷ്ടികളെ പരീക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ജന്മത്തിൽ ആരും പരീക്ഷിക്കുന്നില്ല. കാരണം പരീക്ഷിക്കുന്നതിൻ്റെ ഒരു വെറുതെ ആയിട്ട് പരീക്ഷിക്കുകയല്ല, നമ്മൾ മുജ്ജന്മം ചെയ്ത പാപങ്ങളുടെ ഒരു ഒരു ശിക്ഷയായിട്ടാണ് ഈ ജന്മത്തെ പരീക്ഷണം എന്നാണ് ഹിന്ദു തത്വശാസ്ത്രങ്ങൾ പറയുന്നത്, പുരാണങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ ജന്മത്തിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് നമുക്കൊരു ബോധോദയം ഉണ്ടാവാനും, നമുക്ക് ഇപ്പോഴത്തെ പുതിയ ജന്മത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോരോ പ്രതിസന്ധികളെ നമ്മൾ സ്വയം അതിനെ നേരിടാനും ഒക്കെയുള്ള കഴിവുണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ ഓരോ പരീക്ഷണവും നമുക്ക് ദൈവത്തോടുള്ള നന്ദി കാണിക്കാൻ വേണ്ടി, അതായത് നമ്മൾ ദൈവത്തിനോട് ആ പരീക്ഷണത്തിൽ വിജയിച്ചിട്ട് നമ്മൾ ദൈവത്തിനോട് നന്ദിയും സ്നേഹവും അനുസരണയും കാണിക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ശ്രീ മഹാദേവൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ പരീക്ഷിക്കുന്നത് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയാണെന്നാണ് ശ്രീ മഹാദേവൻ ശിവപുരാണത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മനസ്സ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും വേണ്ടിയാണ്. കാരണം നമ്മൾ നല്ലവനായിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ ആ പരീക്ഷണത്തിന് നമ്മൾ വിധേയനായാലും നമ്മൾ എപ്പോഴും നല്ലതേ ചെയ്യത്തുള്ളൂ, നമ്മൾ ഒരിക്കലും തെറ്റിലേക്ക് പോകത്തില്ല എന്നാണ് ശ്രീ മഹാദേവനും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആത്മവിശ്വാസം കൂടും, നമുക്ക് ബോധോദയം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, നല്ലതില്ലാത്ത മനുഷ്യരെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അത് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കാനാണ്. ഇപ്പം നമുക്കൊരു പരീക്ഷണം നേരിടുന്നത് നമുക്ക് ദുഷ്ടരായിട്ടുള്ള ആളുകളായിട്ടുള്ള സാമീപ്യമാണല്ലോ. നമുക്ക് പരീക്ഷണമായിട്ട് തോന്നുന്നത് നമ്മൾ നല്ലവരാ. അപ്പം നമുക്ക് സാഹചര്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നവരെപ്പോഴും സ്വഭാവങ്ങൾ ഇച്ചിരി കുഴപ്പമുള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടി തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും, അല്ലെങ്കിൽ നിങ്ങളെ ഓരോ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിവുണ്ടാകാനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഭഗവാന്റെ അറിവോടുകൂടി തന്നെയാണ് അവർ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി എടുത്തിട്ടുള്ളതെന്നാണ് എൻ്റെ അർത്ഥം. അവർ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുകയും ചെയ്യും. അവർ ഭൂമിയിൽ ഓരോ നാശങ്ങൾ ഉണ്ടാക്കുന്നതും ഉള്ള സൃഷ്ടികളെന്ന് പറയുന്നതാണ് ഈ അസുര സൃഷ്ടികളെന്ന് പറയും. അസുരന്മാരുള്ള സ്വഭാവക്കാരാണ്, അവരെ ദൈവം തന്നെ സൃഷ്ടിച്ചാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും വിവരദോഷികളാണ്. അവർക്ക് വിവരം കാണത്തില്ല. അവർക്ക് ഈ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരവും വിദ്യാഭ്യാസം രണ്ടാണെന്നല്ലോ. അവർക്കൊരിക്കലും വിവരം കാണത്തില്ലെന്നാണ് പറയുന്നത്. വേറൊരു കാര്യം, ഭയങ്കര മുൻകോപികളായിരിക്കും. അവരിൽ നല്ല പെരുമാറ്റമോ വൃത്തിയോ, നല്ല പെരുമാറ്റവും കാണത്തില്ല, വൃത്തി ഒന്നും കാണത്തില്ല. അവർക്ക് ഒരു അലസ സ്വഭാവവും വൃത്തി ഇല്ലാത്ത ഒരു പെരുമാറ്റങ്ങളും കാര്യം, അല്ലെങ്കിൽ ദേഹം ഒക്കെ ഒരു വൃത്തികേടായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കും. കൂടുതലും മദ്യപാനികളോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അവരിൽ നിന്ന് നല്ല പെരുമാറ്റമോ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആര് നല്ലത് ചെയ്താലും അവർക്ക് ഒരിക്കലും ദുഃഖം വരത്തില്ലെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഉറപ്പ് വരുന്നുണ്ട്. നിങ്ങൾക്കൊരിക്കലും ദുഃഖം വരത്തില്ല, ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. ഇനിയും ശ്രീകൃഷ്ണൻ ഭഗവാൻ നേരിട്ട് വന്ന് നമ്മളെ സഹായിക്കുന്നുള്ളതല്ല എൻ്റെ അർത്ഥം. കാരണം ദൈവം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ വിശ്വാസത്തോടെ, ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തോടെ എല്ലാ പ്രതിസന്ധികളെയും ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടണം. ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ നേരിടണം. വിജയം നമുക്ക് മാത്രമുള്ളതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും ലഹരിക്ക് അടിമയാകരുതെന്നാണ്
ഭഗവാന്റെ ഒരു അരുളപ്പാടതാണ്. കാരണം നമ്മൾ ഒരിക്കലും ഈ എത്ര പ്രതിസന്ധി വന്നാലും നമ്മളൊരു ലഹരിക്ക് അടിമയാവുകയോ ഒന്നും ചെയ്ത് നമ്മൾ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ സൽസ്വഭാവത്തോടു കൂടി നല്ല വഴിക്ക് തന്നെ പെരുമാറണം. നല്ല രീതിയിൽ തന്നെ ആളുകളുമായിട്ട് പെരുമാറുകയും ഒക്കെ വേണം. കഷ്ടപ്പാടും ദുരിതമൊക്കെ പറഞ്ഞതിനിടയ്ക്ക് അതങ്ങ് പൊക്കോളും. നമ്മൾ നമ്മുടെ ആത്മവിശ്വാസത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ഭഗവാൻ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. നന്ദി, നമസ്കാരം.